ഹായ്, വെൽക്കം ടു നമ്മുടെ ചാനൽ. അപ്പം നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറെ നാളായി എല്ലാവരും ശബ്ദമായിട്ട് എന്താ അമ്മ വീഡിയോയിനകത്ത് കമന്റുകളൊക്കെ. എൻ്റെ വീഡിയോ ഇടാനുള്ളൊരു സാഹചര്യം അല്ലായിരുന്നു, വേറെ ഒന്നുമല്ല. പതിവ് പോലെ ഞാൻ വീഡിയോ ഇട്ടില്ലെങ്കിൽ അതിൻ്റെ കാരണക്കാരൻ എന്നും അച്ഛനായിരിക്കും. എൻ്റെ വീഡിയോ കണ്ടില്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചോ, അച്ഛന് ഞാനും പിണങ്ങിയിരിക്കുന്ന സമയമായിരിക്കും. അതുകൊണ്ടായിരിക്കും ഞാൻ വീഡിയോ ഇടാത്തത്. എന്ന് വെച്ചാൽ അച്ഛനും ഞാനും പിണങ്ങിയപ്പോഴേക്ക് വീഡിയോയിൽ വന്നിട്ട് ഇങ്ങനെ ചിരിച്ച് അഭിനയിച്ച് നിൽക്കാൻ എനിക്കറിയില്ല. ഞാൻ ഹാപ്പി ആണെങ്കിൽ മാത്രമാണ് ഇങ്ങനെ ഹാപ്പി എന്ന് വെച്ചാൽ എന്തൊക്കെ ടെൻഷനില്ല. അച്ഛൻ പിണങ്ങുമ്പോഴാണ് ഞാൻ ഡള്ളായി പോവുക. എനിക്ക് വീഡിയോ എടുക്കാനോ ഒന്നിനും ഫുഡ് ഉണ്ടാക്കാനോ ഒരു കാര്യത്തിനും പറ്റാറില്ല. അപ്പോൾ ഇപ്പോൾ ഏകദേശം മഴക്കാറൊക്കെ മാറി മാനം ഒന്ന് 100-ലൊരു 80% തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം ഇനി വീഡിയോ എടുത്തില്ലെങ്കിൽ കാലാവസ്ഥയുടെ പ്രശ്നം കൊണ്ടായിരിക്കും നമുക്ക് വിചാരിക്കുക. കൊടുക്ക നമ്മളിപ്പോൾ എങ്ങോട്ടാ പോകണം? അച്ഛനെ ഗൾഫിലേക്ക് പറഞ്ഞേക്കാം, എയർപോർട്ടിലേക്ക് പോകണം. നെടുമ്പാശ്ശേരിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ഫ്ലൈറ്റിൽ അച്ഛനെ നമ്മൾ കയറ്റി വിടും ദുബായിക്ക്. എന്താ കുണുക്കിൻ്റെ അഭിപ്രായം? കുണുക്കിൻ്റെ അഭിപ്രായം ഗൾഫിലേക്ക് കയറ്റി വിട്ടല്ല? ഇനി അവിടെ പോയിട്ട് കുറച്ചു നേരം ഫോണിൽ ഇരുന്നിട്ട് പിടക്കുക. പറഞ്ഞോളെ നിങ്ങൾ കയറ്റി വിടണ്ട, കൊണ്ട് നമ്മക്ക് പോലും നമ്മളെ കൊണ്ട് ശല്യം അയച്ചെങ്കിൽ ഇപ്പോഴും 20% ബാക്കിയിട്ടില്ല. അപ്പൊ ഞാൻ പോകാനല്ലേ. ഇനി ചിലപ്പോ ഗൾഫിൽ പോവാൻ കുറച്ചുകൂടി നല്ലത് തന്നെയാണ് എൻ്റെ അഭിപ്രായം കേട്ടാ. അപ്പോൾ വീഡിയോ ഇടയ്ക്ക് കട്ട് ചെയ്ത് വേറെ ഒന്നല്ല, നമ്മുടെ കുണുക്കൻ്റെ തുമ്പല് കാരണം ഒന്ന് വീഡിയോ കട്ട് ചെയ്തിട്ടാ. തുമ്പി നാശമാശമായിട്ട് ഇരിക്കേണ്ടടുത്ത്. അപ്പോൾ മൂക്ക് തുടച്ചു കൊടുക്കുന്ന ചീറ്റിലും ഇതൊക്കെയാണ് നമ്മളെ പണി. അപ്പോൾ ഗൾഫിൽ പറഞ്ഞേക്കേണ്ട കാര്യത്തിൽ നമ്മൾ തീരുമാനം എടുക്കുകയാണ്. അങ്ങനെ അച്ഛനെ ഗൾഫിൽ കയറ്റി വിടണം. കുറെ നാളായില്ല. ഇനി കളി കാര്യമാവാൻ പോവാണ് കേട്ടോ. അവിടെ പോയിട്ട് എന്താ ചെയ്യണെന്ന് അച്ഛൻ ചോദിച്ചപ്പോ പോകാൻ നല്ലൊരു ഐഡിയ. അവിടെ പോയി പെണ്ണുങ്ങൾ വായി നോക്കാം. ഇവിടെ ആണെങ്കിലും അമ്മ ശല്യമുള്ള നോക്കണേല്, അവിടെ അമ്മ നോക്കല്ലേ. ഇതല്ലല്ലോ, അപ്പുറത്തെ വഴിയല്ലേ ആദ്യം പോവാം. പക്ഷെ അതിനേക്കാൾ നല്ലതാ. അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ പോകട്ടോ. ചുമ്മാ പറഞ്ഞതല്ല, നമ്മൾ നെടുമ്പാശ്ശേരി പോകണം. സമയം ഇപ്പോൾ ഒരു രാവിലെ 6:30 നമ്മൾ അറിയില്ല. വഴി മൊത്തം ബ്ലോക്ക്. ഈ രാവിലെ ഇത്രയും ബ്ലോക്ക് ഉണ്ടാവുമെന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഞങ്ങൾക്ക് എല്ലാ പ്രാവശ്യവും നമ്മൾ തൃശ്ശൂർ ശോഭയോടൊക്കെ എത്തുമ്പോഴാണ് ബ്ലോക്ക് വരിക. ഈ പ്രാവശ്യം കുന്നോളത്ത് തന്നെ ബ്ലോക്ക് അല്ലായിരുന്നു, കുന്നോളത്ത് തന്നെ തിരക്കായിരുന്നു. ഉരാറുണ്ട് സൈഡിലൊക്കെ തിരക്കായിരുന്നു പട്ടാമ്പ റോഡിൽ. എന്തായാലും ഇന്ന് രാവിലെ തന്നെ ഭയങ്കര തിരക്കാ. ഇലക്ഷൻ കഴിഞ്ഞതിന്റെ സന്തോഷം കൊണ്ട് തോന്നുന്നു ഭയങ്കര തിരക്കാ. അപ്പൊ എന്തായാലും കൊറേ നാൾക്ക് ശേഷം ഇലക്ഷൻ കഴിഞ്ഞതിന് എന്താണ് അഭിപ്രായം? ഒന്നും പറയണ്ട ചേട്ടാ. ഇലക്ഷൻ കഴിഞ്ഞിട്ട് കുണക്ക ആര് ജയിച്ചേ? കൈപ്പത്തി. വിജയും കൈപ്പത്തിയും തമിഴ്നാട് കൂടി ഏറ്റെടുത്ത് കേട്ടാ. ഇന്നലെ ഇങ്ങനെ ഹരം കയറിട്ടിരിക്കാൻ ചെക്ക് എന്താന്ന് അറിയില്ല. ഇന്നലെ വല്ലാത്ത ഹരമായിരുന്നു അവന്. അപ്പൊ എന്തായാലും 10 വർഷമല്ല അവര് വിളിച്ചത്. ഇപ്പൊ ഒരു ചേഞ്ച് വർഷങ്ങളായിട്ട് നമ്മൾ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങൾ തന്നെയാണ്. കുറെ നാള് LDF ഭരിക്കും, കുറെ UDF ഭരിക്കും. അപ്പൊ ഇതൊക്കെ വന്നും പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഇത് പ്രാവശ്യം UDFനാണ് വന്ന് വീണിക്കുന്നത്. എന്തായാലും ഭരണം നന്നാവട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം, പ്രാർത്ഥിക്കാം. അതാണ് വാഗ്ദാനങ്ങളല്ലാണ്ട് എല്ലാം നടപ്പിലാക്കട്ടെ. എല്ലാം നല്ല ഭരണങ്ങളാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക. എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ കുറച്ച് ഹാപ്പിയാണ്. അപ്പം അതുപോലെ തന്നെ മുന്നോട്ട് പോകട്ടെ ഭരണം കാര്യങ്ങളൊക്കെ. ആര് മനുഷ്യരും മോശമാണെങ്കിൽ മോശം എന്ന് പറയും. അതിപ്പോൾ ഏത് രാഷ്ട്രീയം എന്ത് വന്നാലും മോശമാണെങ്കിൽ മോശം പറയും, നല്ലതാണെങ്കിൽ നല്ല പറയും. അപ്പോൾ എന്നാലും നല്ലത് ചെയ്യട്ടെ, നല്ലൊരു മുഖ്യമന്ത്രി വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
എന്നാലും നമ്മുടെ നാട്ടിലത്തെ ആൾക്കാർ ഇപ്പോഴും അംഗീകരിച്ചു തുടങ്ങിയിട്ടില്ല. അവർക്ക് ഇപ്പോഴും വീണോടുത്ത് കിടന്നുള്ളൂ അതിനകത്ത്. അല്ല നമ്മള് അതിപ്പോ UDF ആയാലും LDF എന്ത് പാർട്ടിയും തോറ്റു അത് ഇത്രേ ഉള്ളൂ. അതിപ്പോ കാലങ്ങളായിട്ട് ഇങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കണല്ലോ. തോൽവിയും ഒരു ജയത്തിന് തോൽവിയുണ്ട്. അതൊക്കെ നമ്മള് അക്സെപ്റ്റ് ചെയ്യണം. അല്ലാണ്ട് ഇനി കേരളത്തിന്റെ ഭാവി എന്താവും, എന്തായാലും ഇത്രയൊക്കെ ഭാവി നടന്നില്ലേ, അപ്പൊ ഇതുപോലൊക്കെ പൊക്കോളും, കുഴപ്പമൊന്നുമില്ല. ഈ 10 വർഷം വിചാരിച്ച കേരളത്തിന്റെ ഭാവി മറിച്ചു. അല്ല പിന്നെ 3000 രൂപ പെൻഷൻ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയത് തന്നെ എന്നൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ആൾക്കാർ ഇങ്ങനെ ഇട്ടോണ്ടിരിക്കുക. അതൊക്കെ റെഡി ആവട്ടെ. നമ്മൾ അതിനാണല്ലോ നമ്മൾ നോക്കുക, ഭരിക്കുന്നത് ശരിയാണോ. കാരണം അടുത്ത പ്രാവശ്യം വീണ്ടും നമ്മുടെ കയ്യിൽ തന്നെയാണല്ലോ ഈ വോട്ടും കാര്യങ്ങളും. നമുക്ക് നല്ലതിനാണെങ്കിൽ നല്ലത് കൊടുക്കാം, പൊട്ടയാണെങ്കിൽ നമുക്ക് അതിന് മാറി ചിന്തിക്കാം, അത്രേ ഉള്ളൂ. നമ്മൾ മുൻകൂട്ടിയിട്ട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലല്ലോ. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നത് കൂടുതലും ആരായിരിക്കുന്ന ഒരു ഇതുണ്ട്. പക്ഷെ ചാണ്ടിയപ്പനാണെങ്കിൽ ഒന്നുകൂടി നന്നായിരിക്കുന്നതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. പക്ഷെ വരില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. ചാണ്ടിയപ്പൻ ആ ഒരു മനുഷ്യൻ നല്ല മനുഷ്യനായിട്ട് തോന്നിലേക്ക് എത്താറായി ചോദിച്ചപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട്. എന്താ വെച്ചാൽ ഉമ്മൻചാണ്ടി എന്നുള്ള ഒരാളോടുള്ള നമ്മുടെ ഇഷ്ടം ആ ആളുടെ മകൻ ജയിച്ചപ്പോൾ അതെന്തായാലും ആ അച്ഛൻ്റെ കുറച്ചെങ്കിലും ഒരു ഇതാ മകനിലില്ലാണ്ടിരിക്കില്ല അല്ലേ. നല്ലതിന് നമ്മൾ നല്ലത് ഇപ്പം ആരായാലും. അപ്പം അങ്ങനെ അപ്പം അതൊക്കെ തെന്നിമാരും ഇവിടെ വിഷയങ്ങളൊക്കെ അങ്ങോട്ട് പോകണം. അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. വേറെ ഒന്നുമില്ല, എൻ്റെ എടുത്ത് അപ്പം എടുത്തിനോട്ടാ വരുന്നതാട്ടോ. അപ്പോൾ ഷേപ്പിയാണ് എല്ലാ പ്രാവശ്യം 2 പ്രാവശ്യം ഇതല്ല ഏട്ടൻ്റെ എടുത്തിനെ കൊണ്ടാൻ പോയത്. അപ്പോൾ അവരെല്ലാവരും ഉള്ളപ്പോൾ പിന്നെ ലഗേജൊക്കെ വലിയ വണ്ടി വേണ്ടിയിട്ട് പിന്നെ എടുത്തി മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞങ്ങൾ വന്നോളൂ കേട്ടോ. രാവിലെ നേരെ ഇങ്ങനെ കുഞ്ഞിൻ്റെ കൂടെ കിടന്ന് ഉറങ്ങി. കുഞ്ഞ് വന്നിട്ടുണ്ട്, കുഞ്ഞ് ഇന്നലെ എത്തിയിട്ടുണ്ട്. കുഞ്ഞിന് നല്ല ചോറുണ്ണണം, നല്ല മീൻകറി കഴിക്കണം. പച്ചക്കറി ഒന്നും ഇഷ്ടമില്ല അത്ര കുട്ടിക്ക്. ഇറച്ചി മീനൊക്കെ ഇഷ്ടമാണ്. ഇത് ചട്ടിച്ചോറ് എന്ത് ചോറൊക്കെ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ പോയിട്ട് വേണം അപ്പൊക്ക് എല്ലാം ഇനി ഉണ്ടാക്കണമെങ്കിൽ. അപ്പോൾ അങ്ങനെയാണ് അല്ലേ. ചക്ക അങ്ങനെ കുഞ്ഞ് വന്നുട്ടാ. കുഞ്ഞ് കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ കുഞ്ഞ് വരുന്നത്. കുഞ്ഞ് വിശേഷം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ശേഷം അങ്ങോട്ട് വന്നിട്ടില്ല കേട്ടോ. നമ്മൾ ആ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടിട്ട് പിന്നെ കുഞ്ഞ് അങ്ങോട്ട് പോയതാട്ടോ. അപ്പോൾ അതേ കുഞ്ഞ് വന്ന് കുഞ്ഞിന് 2 ദിവസം വരുന്നിട്ട് കുഞ്ഞിന് ഇഷ്ടമുള്ള കറിയും കാര്യങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചു കേട്ടോ, മീനും കാര്യങ്ങളൊക്കെ. പക്ഷെ അതൊന്നും വന്നില്ല. പ്രതീക്ഷിക്കാണ്ട് ഇന്നാണ് കേട്ടോ വന്നത്. ഇന്നാണില്ല പ്രത്യേകിച്ച് നല്ല കറികളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ അവരത് കഴിക്കുകയാണെങ്കിൽ കഴിക്കില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഒരു പ്ലേറ്റിൽ ചോറെടുത്തു. കുഞ്ഞ് എത്തിയുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടിയിട്ട് എങ്ങോട്ടാ സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. കുഞ്ഞ് ശോഭയിൽ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും സിനിമയ്ക്ക് വേണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു കിണ്ണത്തിൻ്റെ ചോറെടുത്തു. അന്ന് എന്തായിരുന്നു കറി, മീൻ കറി ആയിരുന്നു തോന്നുന്നു. മീൻ കറിയും പിന്നെ മീൻ വറുത്തതുണ്ട്, പിന്നെ മീൻ പീര വെച്ചതുണ്ട് കേട്ടോ, പിന്നെ മാങ്ങാച്ചാറും. അതൊക്കെ കൂടെ കുഴച്ച് കൊടുത്തപ്പം അതെങ്ങനെ അവർ കഴിച്ചതെന്നല്ല, അതുപോലെ എല്ലാവരും കഴിച്ചോട്ടെ. എന്താ വെച്ചാൽ അത് സത്യം. എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അമ്മ കുട്ടിക്കാലം എന്നല്ല, എനിക്ക് ഏറെ കാലഘട്ടങ്ങളിലൊക്കെ എൻ്റെ അമ്മ തന്നെയാണ് ചോറ് വിട്ടാന്ന് ഇരുന്നിട്ട്. വേറെ ഒന്നുമില്ല. എന്നും ഹോസ്പിറ്റൽ കേസ് ആവട്ടെ, ഓപ്പറേഷൻ കഴിഞ്ഞാലും കൈയോടിയിലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അങ്ങനെ എന്നും അമ്മ വിട്ടില്ല പതിവ് കേട്ടോ. അപ്പോൾ നമ്മുടെ അമ്മമാർ ചോറ് കുറച്ച് തരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ്. എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യം കേട്ടോ. ഞാൻ കുണുക്കനെയും ഗർഭമുണ്ടായിരിക്കുമ്പോൾ ഏറ്റവും എനിക്ക് ഒരു വിഷമം തോന്നിയിട്ടുള്ളൊരു കാര്യം ഇതായിരുന്നു. അമ്മ വെച്ച് തരുന്ന ഫുഡ്, അമ്മ വായിൽ വെച്ച് തരുന്ന ഒരു ഇത്. എനിക്ക് ഗർഭകാലത്ത് എൻ്റെ മക്കൾക്ക് ഞാൻ എപ്പോഴും പറയാം അങ്ങനെ. ഞാൻ കുറേ ആഗ്രഹിച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ ഞാൻ കുണുക്കിന് ഗർഭമുണ്ടായിരിക്കുമ്പോൾ ഒക്കെ ഞാൻ തന്നെ ഉണ്ടാക്കുക, ഞാൻ തന്നെ കഴിക്കുക. അപ്പോൾ അതൊക്കെ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ആരെങ്കിലും ഒന്ന് മാറ്റി ചില ദിവസമൊക്കെ പിള്ളേരെ സ്കൂളിൽ വണ്ടി കയറ്റാൻ വേണ്ടി പോയി വരുമ്പോൾ തറവാട്ടിൽ ചിലപ്പോൾ അമ്മ ചായ കുടിക്കാൻ നേരമാണെങ്കിൽ ചിലപ്പോൾ അമ്മയുടെ നിന്ന് ഒരു ഇഡ്ഡലി ഒരു ദോശയ്ക്ക് എനിക്ക് തരുമായിരുന്നു കേട്ടോ. പക്ഷെ അത് കഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്താ വെച്ചാൽ നമ്മളല്ലാണ്ട് വേറൊരാൾ കറി വെച്ച് അത് എന്തോ ആണെങ്കിലും അത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. അങ്ങനെ ഇതേ 2 ഗർഭിണികൾക്കും കാർത്തും ഇടയ്ക്കൊന്നും അടഞ്ഞു പൂട്ടാന്ന് വെച്ചാൽ എനിക്ക് ആർക്കൊക്കെ വായിൽ വെച്ച് കൊടുത്തത് എനിക്കൊരു ഓർമ്മയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ഇങ്ങനെ വായിൽ വെച്ച് കൊടുക്കാണല്ലോ. അപ്പോൾ ഇടയിൽ ചിലപ്പോൾ കാർത്താണോ ഇങ്ങനെ പിണങ്ങി നിൽക്കുന്നത്. അതിൻ്റെ ഇടയിൽ എൻ്റെ അമ്മയുടെ ചുന്തിരിമോളെ എവിടെയാണെന്ന് കുണിക്കീനെ വിളിച്ചു. അത് തീരെ അങ്ങോട്ട് മൂപ്പർക്ക് ദഹിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ദേഷ്യം മൂപ്പർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിവിടെ കുറച്ച് വണ്ടിയുടെ കാരണമൊക്കെ ശബ്ദങ്ങളുണ്ട്.
കാറിൻ്റെ ഉള്ളിൽ നിന്നിട്ടാണ് ഡബ് ചെയ്യണത്. പിന്നെ ശബ്ദമൊക്കെ അടഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ നല്ല കുഴപ്പമില്ലാണ്ട് ഇന്നലെ രാത്രി തുടങ്ങിയ മഴയാട്ടോ, നല്ല മഴയുണ്ട്. അങ്ങനെ നമ്മൾ കുനുക്കിനെ കൊണ്ട് ചെണ്ട ക്ലാസ്സിന് വന്നിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അച്ഛന് പോയിട്ട് കുഞ്ഞ് കട്ടൻ ചായ വെച്ചു വിട്ടു. ഞാൻ ഇവർക്ക് ഭക്ഷണം വാരി വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ചായ വേണ്ട വെച്ചപ്പോൾ അച്ഛൻ ആദ്യം പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛന് കട്ടൻ ചായയും പ്രത്യേകിച്ച് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ 2 ദിവസമായിട്ട് ഇവരെ കാത്ത് ഇവർക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ച് തന്നപ്പോൾ ഇവർ വന്നില്ല. ഇന്ന് പ്രത്യേകിച്ച് ഒന്നും തട്ടി കൂട്ടിയിട്ട് 1/4 കിലോ ചൂര മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇങ്ങനെ പിന്നെ 1/2 കിലോ അയിലക്കണ്ണിയാണ്. പിന്നെ അച്ചു അങ്ങനത്തെ മീനൊന്നും കഴിക്കില്ല കേട്ടോ. ചെറുവക മീനിനൊന്നും അച്ഛന് അത്ര താല്പര്യമില്ല. അതുകൊണ്ടാണ് അച്ചു ചോറുണ്ടായി കേട്ടോ. അങ്ങനെ ഇവർക്കൊക്കെ ഇങ്ങനെ ഇട്ടെടുക്കുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ആ മീൻകറിയും അച്ചാറും കൂടി ഇങ്ങനെ കുഴച്ചപ്പോണ്ടായിരുന്ന സ്മെല്ല് നമ്മളിങ്ങനെ കൺട്രോൾ ചെയ്ത് നിൽക്കട്ടെ. ഇതാണ് ഏറ്റവും വിഷമമുള്ളൊരു കാര്യം. ഒരു അനുവേട്ടനും കഴിക്കാൻ വന്നു കേട്ടോ. അങ്ങനെ എല്ലാവർക്കും കൊടുത്ത് ഇതാ കുണിക്കും ഇതിലാണോ ചായ വയ്ക്കാന്ന് എന്തോ ചോദിച്ചിട്ടാണ് കേട്ടോ കുഞ്ഞ വന്ന്. എന്നിട്ട് ഞാൻ വെച്ച് കൊടുത്തേനെ, പക്ഷെ എൻ്റെ കയ്യിൽ ഇവർക്ക് ചോറ് ഇട്ട് കൊടുക്കണതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പൊന്നും അത്യാവശ്യം എല്ലാവരും നല്ല നിലയ്ക്ക് കഴിക്കുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത് ഏറ്റവും വലിയ വിഷമം എന്താണെന്ന് ഇത് നമുക്ക് തിരിച്ച് കഴിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു വിഷമമാണ് കേട്ടോ. അങ്ങനെ അവസാനത്തെ ഒരു കുഞ്ഞുള്ള കാർത്തും കഴിച്ചു കേട്ടോ. കാർത്തു ആയാലും ഈ മീൻകറിയും അച്ചാറും ഒക്കെ കൂടി കുഴച്ചതാണ് കേട്ടോ കഴിക്കണത്. അങ്ങനെ പിന്നെ പിറ്റേ ദിവസം രാവിലത്തെ വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. പിറ്റേ ദിവസം രാവിലെ നമ്മൾ എയർപോർട്ടിൽ പോയി അന്നത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. അന്ന് ഫുള്ളും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ രാത്രിയെങ്കിലും കുഞ്ഞിന് അന്നത്തെ ദിവസമൊക്കെ കുഞ്ഞ് പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ട് ഞാൻ ഉണ്ടായിരുന്നില്ല. പിന്നെ രാത്രിയാണ് വീടെത്തിയത്, സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ രാത്രിയെങ്കിലും അവൾക്ക് ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുക്കണ്ടേ. ഞാനെല്ലാം ദോശമാവ് അരച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. തലേദിവസം രാത്രി തന്നെ അരച്ചു. രാവിലെ എണിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി കുഞ്ഞിന് ഉണ്ടാക്കി കഴിക്കാൻ വയ്യല്ലോ. അപ്പം ഞാൻ കുഞ്ഞിനോട് പറഞ്ഞു ഇവിടെ അടുത്ത് ഏതെങ്കിലും ഒരു ഹോട്ടലിൽ നിന്ന് കഴിച്ചു അമ്മ വരുമ്പോഴേക്കും വന്നിട്ട് അമ്മ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പം കുഞ്ഞ വന്നാലും ഇതാണ് കേട്ടോ നമ്മുടെ കുഞ്ഞിൻ്റെ അവസ്ഥ. അങ്ങനെ നല്ല നാടൻ ചിക്കൻ കറി. എന്തൊക്കെ മോഡൽ ചിക്കൻ കറിയോട് വെച്ചാലും നമ്മുടെ പണ്ടത്തെ ചിക്കൻ കറിയുടെ ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. അപ്പോൾ അതിലേക്ക് കാശ്മീരി ചില്ലിയും സാധാ മുളകും പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാല പൊടി കുരുമുളക് പൊടിയും ഒക്കെ കൂടി മഞ്ഞൾപ്പൊടിയും ഒക്കെ കൂടി വെറുതെ എണ്ണയൊന്നും ഇല്ലാണ്ട് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താണ് കേട്ടോ കാണുന്നത്. അങ്ങനെ അത് നേരെയാണ് നമ്മൾ ചിക്കനിലേക്ക് തട്ടി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കൈ കൊണ്ട് നന്നായി തിരുമ്പി വിട്ടിട്ട് ഇങ്ങനെ ചിക്കൻ കറി വെക്കുമ്പോഴല്ലോ ചോറിനായാലും ചപ്പാത്തിക്കായാലും ദോശയ്ക്കൊക്കെ ആയാലും പ്രത്യേക ടേസ്റ്റാണ്. എല്ലാ ഫുഡിനും ടേസ്റ്റാണ്. എന്തൊക്കെ നമ്മൾ പല മോഡലുകൾ ചിക്കൻ വന്നാലും നമ്മുടെ പണ്ട് വയ്ക്കുന്ന ചിക്കൻ കറിയുടെ ടേസ്റ്റ് അത് ഭയങ്കര ഇതാട്ടോ. അങ്ങനെ നമ്മൾ അതൊക്കെ പരട്ടി മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ തക്കാളി സബോളയും കരിഞ്ഞ് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഉരുളിയിൽ വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് കറിവേപ്പില അതിട്ടു. പിന്നെ ഇട്ടത് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളും കൂടി ചതച്ചതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വാടി വന്നതിന് ശേഷം നമ്മൾ സബോള ഇട്ട് കൊടുത്തിട്ട് സബോളയും കുഴപ്പമില്ലാണ്ട് വാടി വന്നതിന് ശേഷം ഒരു 4 മീഡിയം സൈസുള്ള തക്കാളിയാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. ഇപ്പോഴത്തെ ഒരു തക്കാളി എന്ന് പറഞ്ഞാൽ തീരെ അങ്ങോട്ട് എത്ര വാട്ടിയോലും ഉണ്ടല്ലോ, കയ്യിലിൻ്റെ കണ്ണും മൂടുകൊണ്ട് ഇങ്ങനെ അമർത്തി കൊടുത്താൽ പോലും അതിങ്ങനെ ഒന്ന് ഉടയണില്ല. ഇപ്പോഴത്തെ തക്കാളി ഒരു പുളിയോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ ഡയറ്റും കാര്യങ്ങളൊക്കെ അതിനും വെളിച്ചെണ്ണ അധികം ഇല്ലാത്ത കാരണം ഇത് വാടാനും കുറച്ച് പണി തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞാൻ ചെയ്തു അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായി സബോളൊക്കെ നല്ല മാതിരി വാടിയതാട്ടോ. പിന്നെ ഒരു തുള്ളിയും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഉടച്ച് ആ മസാല സെറ്റാക്കി എടുക്കണം കേട്ടോ. അപ്പോഴേക്ക് അതിനായിട്ട് അവിടെ തണ്ണിമത്തങ്ങയും പേരയ്ക്കും മൂസമ്പിയും ഒക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അച്ചു വരുമ്പോഴാണ് ഫ്രൂട്ട്സിനോട് ഇഷ്ടം. അച്ചു വരുമ്പോൾ അപ്പോൾ ഞാൻ എന്തെങ്കിലും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ മേടിച്ച് വയ്ക്കും കേട്ടോ. പിന്നെ നമുക്ക് വേറെ പരിപാടി എന്തിനാ നമ്മൾ മസാല പറ്റി വെച്ചതിൽ എല്ലാം ഉണ്ടല്ലോ. പിന്നെ ഉപ്പ് കുറച്ച് കുറവന്നു, പിന്നെ കുറച്ച് ഉപ്പ് കൊണ്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അതൊക്കെ തട്ടി ആ ചിക്കൻ ഒന്നും കൂടെ സബോളയിലിട്ട് വാട്ടിയെടുക്കണം കേട്ടോ. ഇപ്പോൾ നോക്കി നന്നായി യോജിച്ച് വന്നതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതിൽ റെസിപ്പി കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇൻസ്റ്റയിൽ ആ ചിക്കൻ കറിയുടെ റെസിപ്പി ഒന്ന് കാണിക്കുമെന്ന്. അടിപൊളി ചിക്കൻ കറി കേട്ടോ. ഞാൻ പറയേ നമ്മൾ ഏതൊക്കെ വലിയ ഹോട്ടലിൽ പോയി കഴിച്ചാലും കിട്ടാത്തൊരു ടേസ്റ്റാണ് ഇതായിട്ട്. അത് എല്ലാവരും ഒരുപോലെ ടേസ്റ്റ് ഉണ്ടാക്കി കിട്ടുമോ എന്ന് എനിക്കറിയില്ല. ഓരോരുത്തർ ഉണ്ടാക്കുമ്പോൾ പലർക്കും പല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ അച്ചുവിന് ദോശ വലിയ താല്പര്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ അച്ചുവിന് ഇപ്പോൾ ദോശ ഉണ്ടാക്കാം, നെയ്യ് ഒഴിക്കാൻ മതി, ഓയിലോ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ.
അങ്ങനെ ഞാൻ കുറച്ച് പുട്ടിന് കുടിച്ചു. എന്നാലും വലിയ താല്പര്യമില്ല ദോശയ്ക്ക്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അച്ഛന് മാത്രം കുറച്ച് പുട്ടുപൊടി എടുത്ത് കുഴച്ച് വെച്ചു. പിന്നെ ഒരു 4 ചപ്പാത്തി ചുട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അച്ഛന്. പിന്നെ ഇത് നമുക്കുള്ള ദോശമാവാണ് കേട്ടോ. നമുക്കെന്ന് പറയാൻ ഞങ്ങൾക്കല്ല, പിള്ളേർക്കാണ്. എനിക്ക് തന്നെ കഞ്ഞിപ്പുല്ലിൻ്റെ ദോശയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഓരോ പണിയായിട്ട് ചെയ്തിട്ടുണ്ട്. രാത്രി ആകുമ്പോൾ നമ്മുടെ അടുക്കളയിൽ കുറച്ച് വെട്ടം വെളിച്ചൊക്കെ കുറവാട്ടോ. അങ്ങനെ നമ്മുടെ പുട്ടുപൊടിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുറേശ്ശെ ഈ അജ്മീൻ്റെ പുട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നനച്ച് കൊടുക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും നല്ല ഡ്രൈ ആവട്ടെ. അങ്ങനെ അതൊക്കെ കുഴച്ച് സെറ്റ് ചെയ്ത് 2 കഷ്ണം പുട്ട്, 2 സെറ്റ് പുട്ടാണ് കേട്ടോ അച്ഛനുണ്ടാക്കിയത്. അച്ഛന് ചപ്പാത്തിയും സെറ്റപ്പുട്ടും ഉണ്ടാക്കി. നിങ്ങൾക്ക് റാഗി കൊണ്ടുള്ള ദോശ ഉണ്ടാക്കി. പിന്നെ കുഞ്ഞിനും കുണുക്കനും കുണുക്കിക്ക് ദോശനായിട്ട്. പക്ഷെ പൊന്നിന് ഞാൻ കുറേ വിളിച്ചിട്ട് പൊന്നമ്മ ചിക്കൻ കറിയും ദോശൻ്റെ പൊന്നിനും ഭയങ്കര ഇഷ്ടമാണ്. പൊന്നിനും ഇഷ്ടമാണ്, ഷെബിക്കും ഇഷ്ടമാണ്, കാർത്തൂനും ഇഷ്ടമുള്ള ഒരു ഇതാട്ടോ ചിക്കൻ കറിയും ദോശയും. അപ്പോൾ വിളിച്ചപ്പോൾ പൊന്നിന് തീരെ വരാൻ വയ്യ, അമ്മയ്ക്ക് തീരെ വയ്യ. കൊണ്ടു കൊടുക്കാന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. എന്ന് വെച്ചാൽ സദ്യൻ്റെ സമയം രാത്രി 10 മണിക്ക് കഴിഞ്ഞ് ഉണ്ടാക്കി കഴിക്കാതിരിക്കുമ്പോൾ സമയം 11:30 ഞാൻ പറയും. ഇന്നത്തെ ദിവസം ഫുള്ളും നമ്മൾ ഓരോ കാര്യങ്ങളായിട്ട് അങ്ങോട്ട് നടക്കലായിരുന്നു. അങ്ങനെ നമുക്കിതിനൊന്നും നേരം കിട്ടിയില്ല. അങ്ങനെ ഈ സ്പീഡ് പോലെ തന്നെയാണ് കേട്ടോ, ചടപട എന്നുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും നമ്മളല്ല അടുക്കളയിൽ കുറേ കറികളും സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വരുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ അപ്പുറത്ത് ഇങ്ങനെ പാത്രങ്ങൾ കുഞ്ഞിഞ്ഞു കൂടും. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഏകദേശം നല്ല ഇതിനും നല്ല ഭംഗിയുള്ള കളറായിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ ഇതിൽ ശരിക്കും വീട്ടിൽ കറക്റ്റ് രാത്രി നേരെയൊക്കെ നമുക്ക് കിട്ടണില്ല. അങ്ങനെ ഈ ചപ്പാത്തിയാണ് കേട്ടോ അച്ഛനുള്ള ചുട്ടുന്നത്. അങ്ങനെ നമ്മുടെ ചപ്പാത്തി ചുടലും കാര്യങ്ങളൊക്കെ ഒരു 3-4 ചുട്ടുള്ളൂ കേട്ടോ. എന്താ വെച്ചാൽ അച്ഛനും മാത്രമേ വേണ്ടി വരുള്ളൂ. കുണുക്കനും കുണുക്കിക്കൊക്കെ ദോശയുടെ ഇഷ്ടമാണ് കേട്ടോ. പിന്നെ കുഞ്ഞനും കുണുക്കനും കനം കുറഞ്ഞിങ്ങനെ നെയ്റോസ്റ്റ് പോലത്തെ ദോശയാണ് കേട്ടോ. നല്ല മുരിഞ്ഞ ദോശയാണ് കുഞ്ഞനും കുണുക്കനും ഇഷ്ടം. തിരിച്ച് അത് അനിയനും അങ്ങനെയാണ് ഇഷ്ടം കേട്ടോ. തിരിച്ച് പൊന്നിനും അങ്ങനെ ഇഷ്ടം. പക്ഷേ കുണിക്കുമ്പോൾ വേറെ ടേസ്റ്റാണ്. കുണിക്കുമ്പോൾ ഇങ്ങനെ ചെറിയ തട്ട് ദോശ ഉണ്ടല്ലോ, അതിങ്ങനെ സോഫ്റ്റിൽ ഉണ്ടാക്കണം കേട്ടോ കുണിക്കുമ്പോൾക്ക് ഇഷ്ടം. അപ്പോൾ അവൾ പറയാം പൊട്ടിച്ച് ആ ഗ്രേവിയിൽ മുക്കി വയ്ക്കുക, അതാണ് ടേസ്റ്റ് എന്നാണ് കുണിക്കുമ്പോൾ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ 2 തരം ദോശ ഉണ്ടാക്കി. അങ്ങനെ അപ്പോഴേക്കും നമ്മുടെ കുഞ്ഞ് വന്നിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് എപ്പോഴേ അവൾ വന്ന വെച്ചാൽ കുറച്ച് നേരം കിടന്നു, അവൾക്ക് വയ്യാന്നുണ്ട്, അവൾക്ക് എടുക്കുകയായിരുന്നു. പിന്നെ ഇത് കഴിപ്പിക്കാൻ വന്നപ്പോൾ ഞാൻ സഹായിച്ചു തരാമെന്ന് ഞാൻ വേണ്ട. അപ്പം അതിനെ സഹായിക്കാൻ മാത്രമുള്ള പണിയൊന്നുമില്ല, അതൊരു ചിക്കൻ കറി ഉണ്ടാക്കുക എന്നുള്ള പണിയിലുള്ളൂ. പിന്നെ നമ്മുടെ ചിക്കൻ കറി ഏകദേശം ചിക്കൻ കറി ആയാലും മീൻ കറി ഉണ്ടാക്കിയിട്ട് ഒരു 1/2 മണിക്കൂറൊക്കെ ഇരിക്കുമ്പോഴാണ് അതിനൊരു ടേസ്റ്റ് വരിക കേട്ടോ ശരിക്കും. പക്ഷേ ഈ ഒരു ചിക്കൻ കറിക്ക് തോന്നുന്നു അത്ര നേരം 10-15 മിനിറ്റേ വെച്ചിട്ടുള്ളൂ. പക്ഷെ ഭയങ്കര ടേസ്റ്റ്. ആ മസാല പരട്ടി വെച്ചപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ശരിക്കും ആ എരിവും പുളിയും ഒക്കെ നല്ല മസാലയുടെ ടേസ്റ്റൊക്കെ കറക്റ്റ് പിടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചിക്കൻ കറി അത്യാവശ്യം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പിറ്റേ ദിവസത്തേക്ക് 2 പീസ് കഷ്ണം കുറച്ച് തുള്ളി ഗ്രേവി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ കഴിച്ചു. എരിവെന്ന് വെച്ചാൽ നല്ല എരിവുള്ള ചിക്കൻ കറിയായിരുന്നു. കുണുക്കനും അച്ഛനൊക്കെ എങ്ങനെ കഴിച്ചതെന്ന് വെച്ചിട്ട് കുറച്ച് കഴിക്കും, പിന്നെ ഇപ്പുറത്ത് കയ്യിൽ തണ്ണിമത്തങ്ങ വയ്ക്കും, അതുകൊണ്ട് 2 പീസ് കഴിക്കും, പിന്നെ കഴിക്കും. അങ്ങനെ കേട്ടോ. പക്ഷേ കുണുക്കനൊക്കെ ഉണ്ടല്ലോ പൊട്ടിലേക്ക് നല്ല മാതിരി ഗ്രേവി കുഴച്ചിട്ട് കഴിക്കട്ടെ. എത്ര എരിവുണ്ടെങ്കിലും അവർക്ക് ഗ്രേവി നല്ല മാതിരി വേണം. അതിപ്പോൾ കാർത്തുമ്പ അങ്ങനെ തന്നെയാണ് കേട്ടോ. കാർത്തുമ്പയുടെ ഫുഡ് അടി എന്ന് പറഞ്ഞാലും അങ്ങനെയൊക്കെ തന്നെയാണ്. നല്ല മാതിരി എരി വയ്ക്കുമ്പോൾ ഞാൻ ചോറ് കുഴച്ച് കൊടുക്കുന്നതിൽ മീൻകറി ഞാൻ കുഴച്ചിട്ടുണ്ട്. മീൻകറി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എരിവുള്ള മീൻകറിയാണ്. പിന്നെ പീര കുഴച്ചിട്ടുണ്ട്, മാങ്ങച്ചാറ് കുഴച്ചിട്ടുണ്ട്. എന്നിട്ടാണ് അവർ എല്ലാ എരിവിൽ കഴിച്ചിരുന്നിട്ടോ. അവരത്യാവശ്യം എരിവും കാര്യങ്ങളൊക്കെ കുണുക്കനായാലും കുടിക്കായാലും കാർത്തായാലും കഴിക്കട്ടെ. ചില കുട്ടികൾക്കൊക്കെ എരിവ് കഴിക്കുമ്പോൾ ഭയങ്കര ഇതാണ്. പക്ഷേ ഇവിടെ എല്ലാ പിള്ളേരും ഇവരൊക്കെ ചോറൂണ് കഴിഞ്ഞ സമയത്ത് തന്നെ നമ്മൾ ചോറിനുമ്പോൾ നമ്മൾ ചോറ് കുറച്ച് കഴിയുന്നുണ്ട്, അത് ഞങ്ങനെ നാവുമ്പോൾ തൊട്ട് കൊടുക്കണം. അങ്ങനെ തൊട്ടിട്ടാണ് ഇവർ എരിവും പുളിയും നല്ല മാതിരി പിള്ളേർ കഴിക്കട്ടെ. അങ്ങനെ നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ മേശാമേ നിരത്തിയപ്പോൾ ചപ്പാത്തി ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്, കുഞ്ഞിനും കുണുക്ക് നെയ്റോസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്ത് ഫ്രൂട്ട്സൊക്കെ അതിനായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അച്ഛനുള്ള പുട്ട് പുറത്തിരിക്കുന്നുണ്ട്. പിന്നെ അപ്പുറത്ത് എനിക്ക് തട്ടുദോശ കുണിക്കുമ്പോഴുള്ള തട്ടുദോശയുണ്ട്, പിന്നെ കഞ്ഞിപ്പുല്ലിൻ്റെ ദോശയുണ്ട് കേട്ടോ. ഇതായിരുന്നു കേട്ടോ നമുക്ക് അന്ന് രാത്രിത്തെ ഫുഡ്. എന്താ വെച്ചാൽ നമ്മൾ എന്തൊക്കെ എവിടെ നിന്നൊക്കെ കഴിച്ചാലും ഉണ്ടല്ലോ, നമ്മുടെ വീട്ടിൽ നിന്ന് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ടേസ്റ്റ് എന്താണെന്നറിയില്ല. നമ്മൾ എത്ര രൂപ ഹോട്ടലിൽ ചെലവാക്കിയാലും ഈ ഒരു ടേസ്റ്റും നമുക്കങ്ങനെ വയറ് നിറയെ കഴിക്കണതും നമ്മുടെ വീട്ടിൽ നിന്നായിരിക്കും കേട്ടോ. അതൊരു
പ്രത്യേക ഒരു ഇത് തന്നെയാണ്. എവിടെ നമ്മൾ ഹോട്ടലൊക്കെ കയറുമ്പോൾ അത് തിന്നണം ഇത് തിന്നണം എന്നൊക്കെ നമ്മൾ ചിന്തിച്ചാലും പിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് ചെറിയൊരു കാര്യമാണ്, ചെറിയൊരു ദോശയും ഒരു ചമ്മന്തി ആണെങ്കിൽ പോലും അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് അല്ലേ. അങ്ങനെ നമ്മൾ കുണുക്കന് വിളമ്പി കൊടുക്കുന്നുണ്ട്. കുണുക്ക ആദ്യം ദോശ എടുത്തു, പിന്നെ പുട്ടെടുത്തു. അച്ചു മാത്രമേ തോന്നുന്നു ചപ്പാത്തി കഴിച്ച ആൾ. എന്നിട്ട് കുണിക്കുമ്പോൾ പറഞ്ഞു തന്നിട്ട് എന്ത് ഈ അച്ചുചേട്ടൻ ദോശയൊക്കെ നമുക്ക് ദോശയും ചിക്കൻ കറി മാത്രം ഉണ്ടാക്കുക. അപ്പോൾ അച്ചുചേട്ടൻ കഴിച്ചിട്ടു. എന്നിട്ട് ഇന്നലെ ബാക്കി ഉണ്ടായിരുന്നു മിഞ്ഞാന്നത്തെ വീഡിയോ ആട്ടോ ഇത്. എന്നിട്ട് ഉച്ചത്തേക്ക് ദോശ 2 ബാക്കി ഉണ്ടായിരുന്നു, ചിക്കൻ കറിയുടെ ഗ്രേവി അതിന് ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ ഞങ്ങളൊക്കെ കുറച്ച് നേരം കിടന്ന നേരം കൊണ്ട് അതൊക്കെ പൊട്ടിച്ച് അച്ചുവിന് വാരി വെച്ച് കൊടുക്കലായിരുന്നു പണിയിട്ട്. വേറെ ഒന്നുമില്ല, ഒരു കുഞ്ഞെ പോരെടുക്കില്ല. അച്ചു എന്താ കഴിക്കാത്ത, അച്ചു ഇത് കഴിക്കേ. അച്ചു കഴിക്കട്ടെ. ഇന്നലെ അച്ചുവിനും കുണുക്കനും കാർത്തൂരൊക്കെ ഇന്നലെ ദോശ വാരി എല്ലാവർക്കും ദോശ വാരി വെച്ച് കൊടുത്തിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ട് ഞാൻ കുറച്ച് നേരം കിടന്നുണ്ടായിരുന്നു. പല കുറച്ച് ദിവസമായിട്ട് നമ്മുടെ മനസ്സും ഒന്നും ശരിയല്ല, അതുകൊണ്ടാണ് കുറച്ച് ദിവസം വീഡിയോയും കാര്യങ്ങളും ഒന്നും ഇടാഞ്ഞിട്ടാ. എന്തോ മനസ്സിനൊന്നും ഒരു അലർട്ടിലും കാര്യങ്ങളൊക്കെയാണ് കാര്യം. അങ്ങനെ കുഞ്ഞിന് ഫുഡ് ഉണ്ടാക്കി കൊടുത്ത് അവളത് ആസ്വദിച്ച് കഴിച്ച് കണ്ടപ്പോഴാണ് സത്യം പറഞ്ഞ് എനിക്കൊരു മനസ്സമാധാനം വന്നത്. എന്താ വെച്ചാൽ നമ്മളെന്തൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് എനിക്ക് പ്രത്യേകിച്ച് എന്താ വെച്ചാൽ എൻ്റെ ഇഷ്ടങ്ങൾ പോലെയാണ് എൻ്റെ മക്കളുടെ കാര്യങ്ങളിലും. സത്യം പറഞ്ഞാൽ ആകെ ഒരു വിഷമം കഞ്ഞിപ്പുല്ല് ദോശയും കൂട്ടി കഴിക്കണ്ടേ എന്നുള്ളൊരു വിഷമമായിരുന്നു. പക്ഷെ കഴിച്ചു വന്നപ്പോൾ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ഒരു കുഞ്ഞ് കഞ്ഞിപ്പുല്ലിൻ്റെ ദോശയും ഒരു കുഞ്ഞ് അരിയുടെ തട്ട് ദോശ എടുത്തിട്ട് എന്താ വെച്ചാൽ എപ്പോഴെങ്കിലും ഒക്കെ ഒരു കഴിക്കാൻ ഒരു ആഗ്രഹം തോന്നുമ്പോൾ എന്താ ചെയ്യാലേക്ക് സത്യം പറഞ്ഞാൽ ആ ചിക്കൻ കറിയും കൂടി കണ്ടപ്പോൾ ഭയങ്കര ആഗ്രഹം തോന്നിയിട്ട് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഇതുപോലെ അരിനുണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ. എന്താ വെച്ചാൽ നമ്മുടെ പണ്ടത്തെ കുട്ടിക്കാലത്തെ ഓർമ്മകളിലേക്കാണ് കേട്ടോ ഈ ഒരു ചിക്കൻ കറി എന്നെ എത്തിച്ചത്. എന്താ വെച്ചാൽ എൻ്റെ അമ്മ ഇതുപോലെയൊക്കെ ഉണ്ടാക്കുക, ഇങ്ങനെ മുളകും പൊടിയൊക്കെ ഇങ്ങനെ വണക്കിയിട്ട് അങ്ങനെ ഇന്നാണല്ലോ സബോള വണക്കിയിട്ടുള്ള ചിക്കൻ കറി കാര്യങ്ങളൊക്കെ പണ്ടൊക്കെ ഇങ്ങനെ തന്നെയാണല്ലോ കണ്ടോ. ആ ചിക്കൻ കറിയുടെ കളർ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അതിൻ്റെ ടേസ്റ്റ് എത്രത്തോളം ഉണ്ടാവുമെന്ന്. അങ്ങനെ നമ്മുടെ ദോശ എല്ലാവരും കൂടി ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് ഇങ്ങനെ കഴിക്കട്ടെ. അപ്പോൾ 2 പ്രാവശ്യം പൊന്നു വിളിച്ചിട്ടുണ്ടായിരുന്നു. പൊന്നു വിളിച്ചപ്പോൾ പൊന്നൊരു ചിക്കൻ അമ്മ കുറച്ച് എനിക്ക് നാളെ വരാം, കുറച്ച് എനിക്ക് മാറ്റി വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിറ്റേ ദിവസം വന്നിട്ട് പൊന്നു കഴിച്ചോന്ന് അറിയില്ല കേട്ടോ. ദോശയും ചിക്കൻ കറി മേശം ഇരുന്ന് അവൾ വരുന്ന നേരത്ത് കഴിച്ചോന്ന് അറിയില്ല. എന്താ വെച്ചാൽ എനിക്കും തീരെ വയ്യാണ്ട് കുറച്ച് നേരം ഞാൻ കിടന്നു പണ്ടേ എന്തോ ഒരു സുഖമില്ലായ്മ ഉള്ളതുകൊണ്ടാണ്. ഇപ്പോഴും ശബ്ദവും കാര്യങ്ങളൊന്നും ശരിയായിട്ടില്ല. പിന്നെ കുറേ ദിവസമായിട്ട് നമ്മളെ വീഡിയോ വീഡിയോ ഇടാണ്ടായപ്പോൾ കുറേ ആൾക്കാർ ഇൻസ്റ്റയിലും കാര്യങ്ങളൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ പൊന്നിനോടും കുഞ്ഞിനോടൊക്കെ കമൻറ്റിൽ ചോദിക്കുന്നതാണ് എന്താ അമ്മ വീഡിയോ ഇടാത്ത, അമ്മയുടെ വീഡിയോ കാണാനില്ലല്ലോ എന്ന് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നോട്ട് നമ്മൾ വീഡിയോയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇന്ന് നമ്മുടെ കുഞ്ഞിന് ഈ ചട്ടിച്ചോറൊക്കെ വേണമെന്നാണ്ടിരിക്കണം. ഇനി ചട്ടിച്ചോറ് ഉണ്ടാക്കാൻ പറ്റുമോ പൊതിച്ചോറ് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ഇനി ബാക്കി നാളെ കാണാം. ബായ്.